ഗൈസ്, വെൽക്കം ടു ജെ ഫാമിലി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. ഇത് ഞാൻ ഇടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് തങ്കത്തിൻ്റെ ഒരു പുതിയ ഗിഫ്റ്റ് കേട്ടോ. അവൻ ഭയങ്കര സിൻസിയറായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ നമ്മളങ്ങനെ വിചാരിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഭക്ഷണം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നീ എവിടെയെന്നോ നീ ഇല്ല അച്ഛൻ അമ്മയ്ക്കത് ഇഷ്ടമായോ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങളിന്ന് കൊറേ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വാ, ഇവിടെ വാ തങ്കു, ഇവിടെ വാ. ലോകത്തെ ഏറ്റവും സുഖമുള്ള സാധനം ഉറങ്ങാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കിടന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് സുഖം. എനിക്ക് എണീക്കതൊക്കെ തോന്നുന്നുണ്ട്. അമ്മ സ്വത്ത് ഇവിടെ വരുമോ? ആദ്യം ഒന്ന് നീ എന്തിനാ പെനങ്ങനെ? നമ്മുടെ കുട്ടി ഇവിടെ വന്നേ, ഇവിടെ വന്നേ, ഇവിടെ ബാ. പിന്നെന്താ പെനങ്ങിയതല്ലേ? കറിയാണോ? പെനങ്ങിയതല്ല കറിയാണെന്ന്. ഇവിടെ വാ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കണു ലൈറ്റേക്ക്. എന്നാലും കിസ്നുവിന്റെ ഫോട്ടോ എന്താ ലൈറ്റിൽ ഇല്ലാത്ത? കിച്ചപ്പൂന്റെ ഫോട്ടോ ഇല്ലെങ്കിലും കിച്ചപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടട്ടെ. ഞങ്ങള് 1+1 ഫ്രീ പോലെതാ ഞങ്ങള് കൂടെ. ഞങ്ങളുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ പറ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിട്ട് പിന്നെ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോണ. നമ്മള് കിച്ചപ്പൂടെ ഫോട്ടോ എന്താ അതിലില്ലാത്ത? അടുത്ത ഫോട്ടോയിൽ കിച്ചപ്പ് വേണം കേട്ടോ. കിച്ചുവിന്റെ ഒറ്റയ്ക്കുള്ളത് ഉണ്ട്. അമ്മയും വേണമെന്നല്ലേ? അത് വെറുതെ പറഞ്ഞതാ. വയറില് ചാടിയിട്ടൊരു. അപ്പൊ ഗൈസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. നമ്മൾ റെഡി ആകാൻ പോവാണ്. നമുക്ക് ഇപ്പത്തന്നെ 8 മണിയായി. 9-9:30 ആകുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്തണം. ഫസ്റ്റ് നമ്മള് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റ് ആണ്. ഇപ്പൊ രാവിലെ തന്നെ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോകണം. ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ ഗൈസ്, നമ്മളിന്ന് നൈസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം വിചാരിച്ചത്. പക്ഷെ നല്ല തണുപ്പുണ്ട്. 0 ഡിഗ്രിയാണ് ഇപ്പൊ കാണിക്കുന്നത്. 0 ഡിഗ്രി. ഇത് എന്താണ് ഷുട്ടു? ഓ, താങ്ക് യു കിച്ചന് മണി. ഹലോ. അപ്പൊ നമ്മള് നമ്മൾ റെഡി ആയിരിക്കാണ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞങ്ങൾ ഇറങ്ങേണ്ടി ഇപ്പൊ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. 9:30ക്കാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബൊഫേ ആണ്. അപ്പൊ നമ്മൾ പോയിട്ട് നമ്മള് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് എല്ലാം നമ്മളവിടെ പോയിട്ട് പറയുന്നതായിരിക്കും അല്ലേ. നമ്മള് സൗത്ത് ഇന്ത്യൻ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടത് ഇഡ്ലി, ദോശ സാധനങ്ങളൊക്കെയാണ്. നാട്ടിലൊക്കെയാണ് നമ്മള് പിസ്സ മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ പോകും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അങ്ങനെ കഴിക്കാന്ന്. അല്ലെ കിസ്നു? ദോശ കഴിക്കാൻ വിശക്കുണ്ടോ? കിച്ചപ്പോന് പിന്നെ വിശപ്പൊന്നും ഇല്ല. ആക്ച്വലി നല്ല കീടു ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ വെദർ ഈസ് 0. ലിസ്നോ ഫീൽസ് ലൈക്ക് -2. നമ്മള് പരമാവധി ഇട്ടിട്ട് പോകുന്നതാണ്. ആക്ച്വലി നല്ല നൈസ് വെതർ കേട്ടോ. വിചാരിച്ചിട്ട് തണുപ്പൊന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കിച്ചപ്പ് ഭയങ്കര എക്സൈറ്റഡിൽ നടക്കുന്നുണ്ട്.
കുറച്ച് കഴിഞ്ഞാ പരി എന്നെ എടുക്കുവോ? പുകയൊക്കെ വരുന്നല്ലോ കിസിന്റെ വായന്ന്. ഞങ്ങള് കാറ് വാങ്ങാത്തത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും അപ്ലൈ ചെയ്യാത്തതും പഠിക്കാത്തതും. ഞങ്ങൾക്ക് നടക്കാനാണ് ഇഷ്ടം. സോറി, ഇറ്റ് ഈസ് സണ്ണി ടുഡേ. യെസ്, ഇറ്റ് ഈസ് വെരി സണ്ണി. സോ ഗൈസ്, നമ്മൾ റെഡ്ഫോർഡ് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിയർലി ഒരു 5-10 മിനിറ്റിന് ബാക്കിയുള്ളൂ നമുക്കല്ലേ. ഓൾറെഡി അന്നേ ഗൈസ് ഇവൻ എന്നെ പറ്റിച്ചു. ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഫുൾ ചെലവ് ഇവൻ എടുക്കും. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പോകുമ്പോ എന്നെ വിളിച്ചിട്ട് പൈസ കൊടുക്കാന് മണ്ണ്. ഞാൻ നീ കൊടുക്കുന്ന എനിക്ക് തന്ന പോയെന്ന് ചിറ്റ കേസ്. വെറും ചേട്ടൻ. ഗൈസ് നമ്മളിപ്പോ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് കേസരി ഉണ്ട്, സാമ്പാർ, ചട്നി, ഈ തക്കാളി ചമ്മന്തി ഇസ് മൈ ഫേവറേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടാണ് ഗീ ദോശ കൊണ്ടുവന്നത് കേട്ടോ. ഇഷ്ടമായോ? ഇഷ്ടമായോ? എന്താ തങ്കം പറഞ്ഞ? പെപ്പർ എരിവുണ്ടോ? Say hi. Hi. കിച്ചപ്പോ നാളെ വന്ന ഷൈ ആണോ? കഴിച്ചത് കിച്ചപ്പ് ഞാൻ നോക്കുമ്പോ ഇവിടെ നൈസായിട്ട് 2 ഇംഗ്ലീഷുകാരൊക്കെ വളർത്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചപ്പ് ടിവിയില് നല്ല തിരക്കുണ്ട്. സൺഡേ മാർക്കറ്റ് ആണ്. അങ്കു എങ്ങനെയാണ് ഫുഡ്? നൈസ് ഫുഡായിരുന്നു ആക്ച്വലി. ഞങ്ങൾ നല്ല കഴിച്ചു. ഇതാണ് നമ്മുടെ കേറേണ്ട ഷത്തു. ബസ്സിലോ? ഇതിലാണോ? ഈ ബസ്സാണോ? ആ ബസ്സിന് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഈ ബസ്സിലോ? റെഡി കിസ്നു? ഏതിൽ കയറിക്കോ. കിച്ചപ്പൂന്റെ എക്സൈറ്റ്മെന്റിന്റെ പീക്ക് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആക്ച്വലി. പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഹായ് ഹായ് നമ്മളിവിടുന്ന് ഹായ് ഒക്കെ പറയുമ്പോ ഒരു മൈൻഡ് ഇല്ല. അവിടെ തനിയെ പാട്ടൊക്കെ പാടി ആരോടൊക്കെ ഹായ് കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. ഇവിടെ ഉണ്ടോ അച്ഛനമ്മ, ഇവിടെ ഉണ്ടോ എന്നൊക്കെ. You like it? So fun? Come on. ഇച്ചിപ്പൂന് റാസ്ബെറീസ് ആണ് ഇഷ്ടം, സ്ട്രോബെറി ആണോ ഇഷ്ടം? ഇഷ്ടമാണോ? ഉറപ്പാണോ? നീ ഇഷ്ടമല്ല പറയരുത്. ഒന്നുകൂടി കഴിച്ചു നോക്ക്. തങ്കു റാസ്ബെറി നാട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നാട്ടിൽ ആരെയും വിളിക്കുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അവിടെ എല്ലാം കിട്ടുമോ, അവിടെ എല്ലാം കിട്ടുമോ, ആ സാധനങ്ങൾ കിട്ടുമോ, ഈ സാധനം കിട്ടും. ഇവിടെ എല്ലാം കിട്ടും ഗൈസ്. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. മൊത്തം തൊട്ട് ഉപ്പ് തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇല്ലാത്തൊരു സാധനങ്ങളും ഇല്ല. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. എല്ലാം നോക്ക്. ഇതാണ് നമ്മുടെ ബെഡ്ഫോർഡ് മാർക്കറ്റ് ഗൈസ്. നാട്ടിലെ ഏതോ ചന്തയിൽ പോയ പോലെ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബെഡ്ഫോർഡ് റിവർ.
പണ്ട് ഞാൻ ഏതോ ജലകന്യകയോ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക് ബെഡ്ഫോർഡ് റിവറായിട്ട്. കാരണം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തോ ഭയങ്കര 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 സന്തോഷവും എന്തൊക്കെയൊക്കെയോ എനിക്ക് ഫീൽ ആവും. ലൈക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഫീലാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റിവർ. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തോ എന്തോ ഒരു ഇതാണ്. മറ്റേ ഈ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോ ഉണ്ടാകുന്ന സന്തോഷമില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബിലോങ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ ഇത് സത്യമാണ്. ഇത് സത്യം സത്യം സത്യം. എന്ത് രസമായിട്ടല്ല എല്ലാവരും രാവിലെ ഞായറാഴ്ച രാവിലെ എണീറ്റിട്ട് എത്ര വയസ്സായിട്ടാണെങ്കിലും ഒരു നടത്താനൊക്കെ ഇറങ്ങി അല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നമ്മൾ ലൈക്ക് ഇത്രയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ അച്ഛനമ്മയൊക്കെ ഇതുപോലെ നടക്കാൻ പോവോ അല്ലേ, പാർക്കിലേക്കൊക്കെ രാവിലെ. ഇവിടെ ഇപ്പൊ നമ്മൾ അവര് പട്ടികളെ കൊണ്ടുവരുന്നുവല്ലോ, അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ഇത്രയും ഏജ് ആയിട്ടാണെങ്കിലും അവര് അത് തന്നെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ലൈക്ക് അടിപൊളി ഒരു കാര്യമാണ്. എത്ര തിരക്കാ. ഇറ്റ്സ് ആക്ച്വലി നൈസ്. നമ്മളൊക്കെ ആണെങ്കിൽ രാവിലെ ഞായറാഴ്ച രാവിലെ എണീറ്റ് സാധനങ്ങൾ വാങ്ങി ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഫുൾ ഫോക്കസ് അതിലേക്കാണ്. അത് വേറൊരു സന്തോഷം, ഇത് വേറൊരു സന്തോഷം. ഇറ്റ് ഈസ് നൈസ്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് അവരവരുടെ കാര്യങ്ങൾ സംഭവിക്കുക, അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. കിച്ചപ്പൂന്റെ പുറകെ അവൻ നോക്ക്, അവിടെ നിന്ന് എത്തി ഇവിടെ വരെ എത്തിയവൻ, അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതാ, ഇവിടെ എത്തിയവൻ നമ്മുടെ പിന്നാലെ. കിച്ചപ്പൂ നിന്റെ ഫ്രണ്ട് നോക്ക് അവിടെ നിന്നെ തപ്പി 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 ഇവിടെ വരെ വന്നു. അത്ര ഹായ് പറ. അപ്പുറത്തെ കൂടെ എല്ലാവരും ഇതിനെയും കൊണ്ട് പെറ്റ്സിനെയും കൊണ്ടും കുട്ടികളെയും കൊണ്ടും ഒക്കെ ഇറങ്ങിക്കല്ലേ. അവിടെയാണ് നമ്മുടെ കോഫി ഷോപ്പ്. ലെറ്റ്സ് ഗോ. എവിടേക്കാ? ഇതാണ് ഡക്ക് ഫുഡ് വാങ്ങിത്തരാം കേട്ടോ. നമ്മളപ്പോൾ ഒരു കഫേയിലേക്കാണ് നമ്മൾ കുട്ടിയാണ് ഇവനെ എന്നെ ആദ്യമായിട്ട് കൊണ്ടിരുന്നു. ഞാനിവിടെ കുറേ വന്നിട്ടുണ്ട്. നീ പറഞ്ഞ എനിക്ക് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? വാട്ടറിലിട്ട് കൊടുത്താൽ മതി. അവിടെ കൊടുക്കില്ലേ കൊടുക്കില്ലേ കൊടുക്കില്ല. കിച്ചപ്പോ കിസ്നു എന്താ കിച്ചപ്പോ ആ പാത്രം തീർത്തിട്ടുണ്ടോ? അല്ലല്ല, അവന് അത് ഇട്ടിട്ടിട്ട് അത് കഴിക്കാൻ മുന്നോട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ കൊടുക്കണം ഡക്കിന് കയ്യിലേക്ക്, ഇങ്ങനെ കഴിച്ചോന്നൊക്കെ. അങ്ങനെ നമ്മള് കോഫി ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ അടിച്ച് കിച്ചപ്പൂനാണ് ഏറ്റവും ഹാപ്പി ആയത്. കാരണം അവന് ഡക്ക് ഫുഡ് കൂടി വാങ്ങിക്കൊടുത്തപ്പോൾ അവൻ ഫുള്ള് അങ്ങ് ഡക്കിന്റെ പിന്നാലെ ആയിരുന്നു. അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കുക കിച്ചപ്പൂന്. അവർക്ക് വേറെ ഇഷ്ടമായി. കിച്ചപ്പൂന് ഭയങ്കര ഉണ്ടായിരുന്നു. കുറേ കാലമായി ഞാനൊരു വ്ളോഗൊക്കെ എടുത്തിട്ട്. സോ ഞാൻ ഇതിടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കുറേ എടുത്ത് വയ്ക്കും, പക്ഷെ ഞാൻ ഒന്നും ഇടില്ല. അതാണ് എൻ്റെ പ്രശ്നം. സോ ഇത് ഞാൻ ഇടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇടുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. കിച്ചപ്പൂ കിസ്നു സേ ബൈ. ഇവിടെ അടുത്തേക്ക് നമ്മുടെ അവിടെ ഒരു മിനിറ്റ് വെയിറ്റ് സ്റ്റോപ്പ്.
ഓ കിച്ചപ്പ് ഇത്ര ഡിമാൻഡ് ആണോ? അയ്യോ സർ സ്റ്റോപ്പ് സർ സ്റ്റോപ്പ് 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 സർ 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 പ്ലീസ് സർ ഒരു ബായ് പറയൂ. അയ്യോ അയ്യോ അമ്മി വീഴും. ഒരു ബായ് പറയൂ. തൊപ്പി ഊരിട്ട് പോരെ. അയ്യോ എന്തിനാ ഇങ്ങനെ കാണിക്കണേ? എന്നാ വേണ്ട, തങ്കു ഞാനും കൂടി പറയാം ഗൈസ്. തങ്കു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്നാ പറ ബായ്. കിച്ചപ്പൂന് അമ്മ ഡക്ക് ഫുഡ് വാങ്ങിക്കൊടുത്തു. അമ്മ കിസ്നുവിന് ഇത് വാങ്ങി തന്നു. ബൈ പറ. ലവ് യു പറ. ഇവിടെ നോക്കി പറ. കിസ്നു കിസ്നു ലവ് യു. എനിക്ക് ഇഷ്ടമായോ ഇന്ന് ഡക്ക് ഫുഡ് കൊടുത്തത്? എത്ര ഫ്രണ്ട്സ് കിട്ടി ഡക്ക്? ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇത്രയും ഫ്രണ്ട്സ് കിട്ടിയോ?